ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടേൽസ്. ഞാൻ എൻ്റെ ഈ ഓഡിയോ ഒക്കെ കേട്ടപ്പോൾ എൻ്റെ സൗണ്ട് വളരെ മോശമായിരുന്നു. എനിക്ക് കോൾഡൊക്കെ പിടിച്ചിട്ട് സ്റ്റിൽ എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് വോയിസ് ഓവർ ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ മെഹന്തി ഫംഗ്ഷൻ്റെ ഒരു വ്ളോഗാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഈ മെഹന്തി ഇട്ട് തരുന്നത് എൻ്റെ അമ്മയുടെ സ്റ്റുഡൻ്റാണ്, സാദിയ എന്നാണ് പേര്. ഒരു അടിപൊളി ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഈ വീഡിയോ ഫുൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ കയ്യിൽ വരച്ച് വെച്ചിരിക്കുന്ന താജ്മഹലും കുത്തബ് മിനാറും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് ആ കുട്ടിയുടെ ടാലൻറ്റ് മനസ്സിലാവും. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, രാവിലെ തുടങ്ങിയ മെഹന്തി ഇടലാണ്. ഒരു ഏകദേശം ഒരു 8-9 ഒക്കെ ആയപ്പോൾ, എന്നിട്ട് അത് തീർന്നത് ഒരു 8 മണി ആ റേഞ്ചൊക്കെ ആയി. അപ്പോൾ അത്രയും സമയം എടുത്ത് നമ്മൾ എടുത്തതാണ്. നിങ്ങളപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. സൂപ്പറായിട്ട് ഇതിലൂടെ അടിപൊളിയായിട്ടുണ്ട്. സത്യം പറയാലോ, എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്ന് വെച്ചാൽ മെഹന്തി ഞാൻ ഒന്നും അങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ മോളുടെ ഇഷ്ടം എല്ലാം ചെയ്തു, പക്ഷെ മൈൻഡ് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ നോക്കിയതേ ഇല്ല. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ടെൻഷനോ ഡിസൈൻ നല്ല ഭംഗിയാണ്. നടക്കുന്ന സാധനം അടിപൊളിയായി. നമുക്ക് ഇപ്പുറത്തെ ഇതിനോട് സിമിലർ ആയിട്ട് സെയിം ഇടത്തില്ലല്ലോ ആരും. സെയിം ഇടുന്നവരാണ് മുസ്ലിംസ് പൊതുവെ സെയിം. എന്തൊരവസ്ഥ, ടൈം ഷീറ്റ് ലീവ് ശരിമാറി കയറി. ഒരു ദിവസം കൂടെ ഉള്ളു ഈ കല്യാണത്തിന്. നാളെ അത് ഇനി ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ടൈം ഷീറ്റ് ഇടാനായിട്ട് ലാപ്ടോപ്പ് തുറന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. നേരത്തേക്ക് അതായത് ഞങ്ങൾക്കിപ്പോൾ പുതിയൊരു സിസ്റ്റമാണ്. ആരൊക്കെ ലീവിലാണെന്ന് നമുക്കിങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യുന്ന പോലെ. എനിക്ക് തോന്നുന്നു എൻ്റെ ടീമിൽ ഓൾമോസ്റ്റ് എല്ലാവരും ലീവാണ്. എൻ്റെ ഒരു കുട്ടി ടീമാണ്. അതിൻ്റെ അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി. അപ്പോൾ ഇവരെല്ലാവരും കല്യാണത്തിന് കാണും. ഭയങ്കര സന്തോഷം. അതിൽ ഈ കാർത്തിക് വിക്കിയൊക്കെ ഇവർ ചെന്നൈയിൽ നിന്നാണ്. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ഗൈഡേഴ്സിനോ ടീമിൽ ഒന്നും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞാൻ ആരെയും അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഞാനിപ്പോൾ കയറിയതുകൊണ്ട് ഇത് കണ്ടതല്ലായിരുന്നെങ്കിൽ എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. മെഹന്തി ഇടണമെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് ഉറങ്ങുന്നത്. എടി, നിന്റെ ഫോൺ കണക്ട് ചെയ്യുക, പാട്ട് വെക്കുക, നിന്റെ വ്ളോഗിൽ വരും. അലീനയും ടിനു എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. എൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിന് കുറേ വർഷത്തിൻ്റെ പഴക്കമുണ്ട്. എന്താ ഈ പുള്ളിക്കാരിയില്ലേ ടിനു, ഇവൾ എൻ്റെ കൂടെ LKG തൊട്ട് കൂടെ ഉള്ളത്, കോളേജ് വരെ ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴും കൂടെ ഉണ്ട്. രണ്ടുപേരും കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ എത്തിയിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. ഓഫ്, അടിപൊളി. ഇത് എൻ്റെ കൈ തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആർട്ടിസ്റ്റ്. ഇന്നലെ എടുക്കാൻ പറ്റത്തുള്ളൂ. കല്യാണത്തിന് 2 ദിവസം മുമ്പാണ് നമ്മൾ മെഹന്തി ഫംഗ്ഷൻ വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് കഴിയത്തില്ലെന്ന്. അപ്പോൾ ഞാൻ ആ ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തു ഇവരുടെ കൂടെ. അലീനയും ടിനുവിനെയും കൊണ്ട് റെസ്റ്റ് ഓഫ് ദ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ കിടന്നുകൊണ്ട്.
ആൻഡ് അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്താ പറയുക, എനിക്കിപ്പോഴും ഭയങ്കര സന്തോഷം തോന്നി ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ. നിങ്ങൾ എത്ര പേർക്ക് ആ ഭാഗ്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് എനിക്ക് തോന്നുക. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇത്രയും സാഹചര്യങ്ങളും എല്ലാം കൊണ്ടും നമുക്ക് ഓക്കെ ആയിരുന്നു. നമുക്ക് ഒരുമിച്ച് കുറേ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആൻഡ് ഭയങ്കര ലക്കി ഫീലാണ് എനിക്ക്. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് കൊടുത്തു. എൻ്റെ കൈ ഇത്രയും പെൻഡിങ് ആക്കി വെച്ചു, ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ശരിക്കും ഞാനൊരു മെഹന്തി ഫാനൊന്നും അല്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു മെഹന്തിയുടെ പ്ലാൻ പോലും ഇല്ലായിരുന്നു. പക്ഷേ ശരിക്കും ടിനു ഞങ്ങൾ വീപ്പയെന്ന് വിളിക്കും. വീപ്പ കാരണമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്ലാൻ ഓണാക്കിയത്. ഇവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മെഹന്തി ഇടണമെന്നും എല്ലാം. അപ്പോൾ സത്യമായിട്ടും ഇത് അവൾക്ക് വേണ്ടി വെച്ചൊരു പ്ലാൻ എന്ന് തന്നെ പറയുന്നതിലും തെറ്റൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോയിൽ കാണിച്ചു കൊടുത്തു അതേ എക്സാക്റ്റായിട്ട് സാദിയക്കുട്ടി ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഭയങ്കര ടാലൻറ്റഡ് ആണ്. അങ്ങനെ ഞാൻ ബാക്ക് ഓൺ ട്രാക്കായി. ടിനു ഗൗരി രാവിലെ എണീറ്റായിരുന്നോ? ചമ്പക്കുളം. നമ്മൾ രാവിലെ 10 മണിക്ക് തുടങ്ങി. ഇപ്പോൾ സമയം എത്രയായി? 7 6 സംതിങ് ഒന്നും. ഇതുവരെയായിട്ട് നമ്മൾ കഴിഞ്ഞതായി ഈ വിരൽ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മെഹന്തി ചടങ്ങ് ഇവിടെ അവസാനിക്കുകയും ഞാൻ ഇരുന്നൊക്കെ തുടങ്ങിയത് ഇപ്പം കിടന്നുപോയി. ഞാൻ ഇടയ്ക്കൊന്ന് ഇറങ്ങി. അതൊക്കെ കേക്കൂടി അതിൻ്റെ അകത്ത്. അതെ, എല്ലാം ഇങ്ങനെ. മൈ നെയിം ഈസ് സാകിര കുമാർ, ഐ ആം സ്റ്റഡിയിങ് ഈസി. അതൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറയല്ലേ. തീർന്നു ഗൈസ്. ഇനി വെറും 1 more ഡേറ്റ്. നാളെ സമയത്ത് ഇവിടെ എന്തുമായിരിക്കും? ഇനി നടക്കുന്നതെല്ലാം യാന്ത്രികമായിരിക്കും, നമ്മളൊന്നും അറിയില്ല. ഇനി നടക്കുന്നതെല്ലാം യാന്ത്രികം. എനിക്കും ഭയങ്കര അടിച്ചു. എടി ഞാൻ നിനക്ക് പിക്ക് അയക്കുമ്പോ എനിക്ക് ഒട്ടും ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഇതായിട്ട് വരുമെന്ന്. ഡിറ്റോ കോപ്പി. നേരത്തെ അഭിയത്തിനെ കാണിച്ചത് പക്ഷെ അതിന്റെ മുടി വരുന്നത് ഡീറ്റെയിലിംഗ്. അലീന ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടിനുവിനെ പിന്നെയും നമുക്ക് ട്രിവാൻഡ്രം പോകുമ്പോഴൊക്കെ കാണാൻ പറ്റും. പക്ഷേ അലീനയെ കാണാൻ ഭയങ്കര പാടായിരുന്നു. അലീന എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക, ഒരു സ്വന്തം ഒരു സിസ്റ്റർ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ഒരു സിബ്ലിംഗ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും. അപ്പം ഞാൻ മാണിയുടെ അടുത്ത് പറഞ്ഞത്, ഓക്കെ ഞങ്ങൾ മാണിന്നാട്ടോ വിളിക്കുന്നത്, മാണിയുടെ അടുത്ത് പറഞ്ഞത് ഓക്കെ എൻ്റെ കല്യാണം ഇന്ന ഡേറ്റാണ് ഫിക്സ് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ അലീനയും ടിനുവിനെയും വിളിച്ചു. ഞാൻ അവളോട് പറഞ്ഞു എന്തായാലും 1 വീക്ക് മുമ്പ് നീ കണ്ടിരിക്കണം. അവൾ എങ്ങനെ വരുമെന്നൊന്നും ഞാനപ്പോൾ ചിന്തിച്ചില്ല, പക്ഷേ അവൾ എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആൻഡ് അവളുണ്ടായത് എനിക്ക് ഭയങ്കര സന്തോഷമായി.
ആൻഡ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു സന്തോഷം ഉണ്ടെന്നറിയാം. നന്നായി ഞാനത് ആ വെഡ്ഡിങ് ടൈമിൽ തന്നെ എഡിറ്റ് ചെയ്യാഞ്ഞെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഭയങ്കരമായിട്ട് റീലീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഓരോ ഇമോഷൻസും ഓരോ ഫീലും ഒക്കെ. ഇത് ഞങ്ങൾ അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി പഠിച്ചൊരു ഡാൻസാണ്. നമ്മുടെ മെഹന്തി വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ.